മനോഹരമായ മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ദാനമായി നൽകിയല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് മഹത്വം കരയേറ്റിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദൈവത്തിന്റെ വലിയ മഹത്വത്തെ വർണ്ണിപ്പാൻ നമുക്ക് ഈ പകലിൽ കർത്താവ് ഇടതരട്ടെ. ഈ പകൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ജയവും കർത്താവ് ചെല്ലുന്ന മേഖലകളിലെല്ലാം തരേണ്ടതിനായിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉണർന്ന ഉടനെ തന്നെ ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് കർത്താവെ നന്ദി, അവിടെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി കർത്താവ്. ഈ പ്രഭാതം അങ്ങയുടെ ദാനമാണ്, ഞാനത് അറിയുന്നു കർത്താവ്. ഈ സ്തോത്രം അങ്ങ് എൻ്റെ ജീവിതത്തെ ഇന്ന് സാക്ഷ്യമാക്കി തീർക്കുന്നതിനായി, അങ്ങയുടെ സൗരഭ്യമാക്കി തീർക്കുന്നതിനായി, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനുള്ള അവസരമാക്കി മാറ്റുന്നതിനായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ആരംഭിക്കാം. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന് 14-15 വാക്യങ്ങളാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന് 14-15 വാക്യങ്ങൾ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. എല്ലാം പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യാൻ പറയാം. കാരണം എന്നാ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നാം ഇന്ന് കഴിഞ്ഞു പോകുന്നത് വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിലാണെന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. സ്തോത്രം. നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നിക്ക് ഇടവരാതെ വണ്ണം, സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ പരമാർത്ഥ ശുദ്ധ ഹൃദയമുള്ളവരായി തീരേണ്ടതിന്, സ്തോത്രം, നിഷ്കളങ്കരായ മക്കളായി തീരേണ്ടതിന്, സ്തോത്രം, എല്ലാ പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും. എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്യണമെന്ന് തിരുവചനം പറയുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ പെറുവെറുപ്പില്ലാതെ യാതൊരു വാദവും എന്ന് പറഞ്ഞാൽ തർക്കമുഖങ്ങൾ, എന്നാ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്, ഞാനത് ചെയ്യേണ്ട കാര്യമാണോ? സ്തോത്രം. നിങ്ങളുടെ ന്യായം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സഹായം കിട്ടേണ്ടടുത്ത് നിങ്ങൾ അങ്ങോട്ട് സഹായിക്കേണ്ട അവസ്ഥയിലായിരിക്കും. അപ്പൊ നിങ്ങൾ കർത്താവ് എന്നെയല്ലേ ഈ സമയത്ത് കേൾപ്പിക്കേണ്ടത്, എന്നെയല്ലേ ആശ്വസിപ്പിക്കേണ്ടത്, എനിക്കല്ലേ ഒരു സമാധാന വാക്ക് അവർ പറയേണ്ടത്. ആ സമയത്ത് അവരെന്നോട് ഒരു വിധത്തിലുള്ള ദയം കാണിക്കാതെ ഞാൻ അവർക്ക് ചെയ്യാനോ അവരെ ആശ്വസിപ്പിക്കാനോ അങ്ങനെ നമ്മളുടെ മനസ്സിൽ തോന്നത്തില്ലേ? പരമാർത്ഥ ഹൃദയത്തോടെയാണെങ്കിൽ, നിഷ്കളങ്ക ഹൃദയത്തോടെയാണെങ്കിൽ, സ്തോത്രം, നമുക്ക് ഒരു തർക്കവുമില്ലാതെ, സ്തോത്രം, തർക്കവാദങ്ങളില്ലാതെ ആകേണ്ടത് എല്ലാ പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവാൻ. ഒരു വാദം എന്ന് പറഞ്ഞാൽ തർക്കവാദങ്ങൾ ഉണ്ടാകരുത്. സ്വതം നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ അത് ഞാൻ അതിന് യോഗ്യനാണ്, എന്നിട്ട് ഞാനത് ചെയ്യേണ്ട വരുന്നല്ലോ, അവർക്ക് ചെയ്യേണ്ട വന്നല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തകളൊന്നും നമ്മുടെ ഹൃദയത്തിൽ വരരുത്. എന്ത് ചെയ്താലും ക്രിസ്തുവിന് എന്നവണ്ണം ചെയ്തേക്കാം. യാതൊരുവിധ തർക്കവും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അതല്ലേ ശരി, എൻ്റെ ഭാഗത്തല്ലേ റൈറ്റ്, അതൊന്നും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ഭാഗം റൈറ്റ് ആണെന്ന് സമ്മതിച്ചെന്ന്. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയാം, അവിടെ നീ തർക്കിക്കാനൊന്നും നിൽക്കേണ്ട, തർക്കവാദങ്ങളൊന്നും നിനക്ക് വേണ്ട. നിന്റെ റൈറ്റൊക്കെ ഞാനാണ് എന്നെ പ്രൂവ് ചെയ്യുന്നത്. കർത്താവ് പറയാം, ഞാനാണ് നിന്റെ ശരിയെ ഉറപ്പിക്കുന്നത്. അല്ലാതെ നമ്മുടെ ശരി നാം ഉറപ്പിക്കാൻ പോയ ഉറക്കത്തില്ല. സ്തോത്രം. നാം ഉറപ്പിക്കും പോകുന്തോറും സങ്കീർണമായിക്കൊണ്ടിരിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയാ, നീ അവിടെ തർക്കിക്കാൻ നിൽക്കണ്ട. ചില കാര്യങ്ങളിൽ നിന്നല്ല, ഒരു ദൈവ പൈതൽ ഒരു കാര്യത്തിലും ഒരു തർക്കം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ തർക്കിക്കാൻ പോകരുത് എന്നാണ് അതിന്റെ അർത്ഥം. അതങ്ങനെയല്ല, നീ ഇങ്ങനെയാണ്, നോ, ഒന്നും പറയണ്ട, മിണ്ടാതെ മൗനമായി അവിടെ ഇരുന്നോണം. കാരണം എന്താണെന്ന് വെച്ചാൽ തർക്കവാദം അരുത് എന്ന് തിരുവചനം നമ്മളോട് പറയാം. എല്ലാ പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവേൻ. ഒരു തർക്കവാദവും ഉണ്ടാകാതെ, ഒരു വാദവും ഉണ്ടാക്കാതെ, സ്തോത്രം, ഒരു വിവാദങ്ങൾക്കും പോയി പെടാതെ, സ്തോത്രം, നമ്മൾ മിണ്ടാതെ മൗനമായിരിക്കണം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരാകുന്നു. ജീവന്റെ വചനത്തെ പ്രമാണിക്കണം എന്ന് പറഞ്ഞാൽ സത്യ ഏക ദൈവമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന പോലെ വചനം ജഡമായി തീർന്നു, നിങ്ങളുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്നു. ആ വചനം എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുസരിച്ച്, യേശുവിന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നവരായി നിൽക്കണം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ച് എന്ന് പറഞ്ഞാൽ ആരുടെ ഇടയിൽ? വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ ഇടയിൽ, പെറുവെറുപ്പും വാദവുമുള്ള ഈ തലമുറയുടെ ഇടയിൽ, അനന്യരായിട്ടുള്ള ഈ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയുടെ ഇടയിൽ, പരമാർത്ഥ ഹൃദയമില്ലാത്ത ഈ തലമുറയുടെ ഇടയിൽ, സ്വതന്ത്രം വാദമുണ്ടാക്കുന്ന തർക്ക വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഈ തലമുറയുടെ ഇടയിൽ, ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു ദൈവ പൈതൽ തന്നെ വേണം. അവിടെ തർക്കവാദം ഉന്നയിക്കരുത്, പരമാർത്ഥ ഹൃദയത്തോടെ നിൽക്കണം, നിഷ്കളങ്ക മനസ്സാക്ഷിയെ സൂക്ഷിക്കണം, അവൻ നിന്ദിക്കപ്പെടുവാൻ ഇടവരാതവണ്ണം നിന്നു കൊടുക്കണം. സ്വതന്ത്രം. എന്നിട്ട് പറയണം, അവരുടെ ഇടയിൽ ജീവന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ലോകത്ത് നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുമ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു പറയുന്നത്. നിന്റെ ചുറ്റുവട്ടം കാണുന്ന ഈ സകല അതിക്രമങ്ങളുടെ നടുവിൽ നീ ദൈവവചനം പ്രമാണിക്കുന്ന ഒരു ദൈവവേദനാണ്, നീ പ്രകാശിക്കും. ഇന്ന് നിന്റെ ശോഭയെ കെടുത്തുവാൻ തപ്പോണമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാലും, പക്ഷെ നീ വചനത്തെ പ്രമാണിച്ചാൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിന്റെ നീതി, നിന്റെ ന്യായം പ്രകാശിക്കപ്പെടും. ദൈവത്തിന്റെ നീതി നിന്നിൽ വെളിപ്പെടും. ലോകം നിന്നെ നോക്കി പറയും, അയ്യോ അവനൊരു നിഷ്കളങ്കൻ, അവനൊരു നേരുള്ളവൻ, അവനൊരു ദൈവഭക്തൻ, സ്വതന്ത്രം, അവനിൽ ദൈവത്തെ ദർശിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുമാറാക്കി തീർക്കും. അതുകൊണ്ട് ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തില് നമുക്കൊരു കാര്യം ചെയ്യാം. സ്വതന്ത്രം, ദൈവത്തിന്റെ
വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ലോകത്ത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായി തീർന്നു. ഞാനും നിങ്ങൾ ഒരിടത്തോട്ട് കടന്നു ചെന്നാൽ അവർ പറയണം, അയ്യോ എന്തൊരു ഐശ്വര്യമാ, അദ്ദേഹം വന്നുപോയി, എന്തൊരു സമാധാനമാ, എന്തൊരു സന്തോഷമാ എന്ന് പറയണം. നിങ്ങൾ കടന്നു ചെല്ലുന്നിടത്ത് അവർ പറയണം, അയ്യോ എന്തൊരു ആശ്വാസമാ ആ സഹോദരി ഇവിടെ വന്നപ്പോൾ, അല്ലെ ആ സഹോദരൻ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഞങ്ങളുടെ കുടുംബത്ത് വളരെ അസഹിഷ്ണുതയും അസ്വസ്ഥതയോടെയും ഒക്കെ ഭാരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിയുകയായിരുന്നു. വലിയ പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ ഇട്ട് ഞങ്ങൾ നിൽക്കുന്ന ഈ സമയത്ത് അവർ ഈ കുടുംബത്തിൽ കടന്നു വന്നപ്പോൾ എന്തോ ഒരു സമാധാനം. ചിലർ പറയത്തില്ല, ആ കുടുംബത്തിൽ ഒരു വെളിച്ചം വന്നതുപോലെ ആയിപ്പോയി, അല്ലേ? അങ്ങനെ ചിലർ പറയത്തില്ല, ഇരുട്ട് മാറിയതുപോലെ ആയിപ്പോയി എന്ന് പറയുന്നത്. നിങ്ങൾ കയറി ചെന്ന് പോന്നു കഴിയുമ്പം മറ്റുള്ളവരോട് അവർ പറയുമോ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അന്ധകാരം മാറി കേട്ടോ എന്ന് പറയും, അല്ലേ? അങ്ങനെ നമ്മളെപ്പറ്റി ലോകം പറയിപ്പിക്കണം. അതാ പറഞ്ഞ് ജ്യോതിസുകളെ പോലെ നിങ്ങൾ അങ്ങനെയുള്ള ഈ സമൂഹത്തിന്റെ നടുവിൽ ജ്യോതിസുകളെ പോലെ തിളങ്ങുന്ന നിങ്ങളൊരു ഭവനത്തിൽ ചെന്നിട്ട് പോയിട്ട് അവിടെ പ്രശ്നമുണ്ടായെന്ന് പറയാനിട്ട് വരരുത്. നിങ്ങൾ അവിടെ ചെന്നു, അവിടെ സമാധാനം ഉണ്ടായെന്ന് പറയണം. മത്തായി സുവിശേഷത്തിൽ പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ കടന്നു ചെല്ലുന്നിടത്ത് സമാധാനം ഉണ്ടാകണം, അല്ലെ? അപ്പൊ സമാധാനം ഉണ്ടാകണം. അപ്പൊ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം എന്ന് പറഞ്ഞാൽ അത് പ്രകാശിപ്പിക്കുന്ന ദൈവസാധനം. യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് അവൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുന്നത്. അപ്പൊ അവനിൽ വസിക്കുന്നവന് ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളിൽ വ്യാപരിക്കുന്ന വെളിച്ചം എന്ന് പറഞ്ഞാൽ ജീവന്റെ വെളിച്ചമാണ്. ഒരു മരിച്ചെടുത്ത്, ഒരു മരിച്ചെന്ന് പറഞ്ഞാൽ ആത്മസംബന്ധമായി മരിച്ചെടുത്ത്, അല്ലെങ്കിൽ ഒരു തകർന്നിരിക്കുന്നിടത്ത്, നിരാശ തളം കെട്ടി കിടക്കുന്ന ഒരു ഭവനത്തിലെ, കലാപം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ജീവന്റെ വെളിച്ചമാണ് അതില്ലെന്ന്. അവിടുത്തെ മരണത്തിന്റെ സാഹചര്യങ്ങളെ മാറി, അവിടുത്തെ ഇരുട്ടുകൾ മാറി, അവിടുത്തെ കലാപങ്ങൾ മാറി, അവിടെ സമാധാനം ഉണ്ടായി, അവിടെ സന്തോഷത്തെ പുനഃസ്ഥാപിച്ചു. ജീവന്റെ വെളിച്ചം. അപ്പൊ ഞാനും നിങ്ങളും ചെല്ലുന്നത് ജീവന്റെ വെളിച്ചമുണ്ടാകണം. ശത്രു അവന്റെ അധീനതയിലാണ് ഈ ലോകമെന്ന് തിരുവചനം പറയുന്നത്. ഈ ഭൂമിയും അതിന് ഭൂതലത്തിലും അധികാരം വാഴുന്നെന്ന് പറഞ്ഞാൽ ശത്രുവാണ്. അവന്റെ അധികാരം നിലനിൽക്കുന്ന ഇരുട്ടും നിറഞ്ഞ ഈ മണ്ണിൽ, മുകളിൽ പറഞ്ഞതുപോലെ വക്രതയും കോട്ടവും നിറഞ്ഞ ഈ മണ്ണിൽ, സ്തോത്രം, ഈ സകല തിന്മകളും വിളയാടുന്ന ഈ മണ്ണിൽ നിങ്ങളാണ് സത്യത്തിന്റെ മക്കൾ, നിങ്ങളാണ് സമാധാനപുത്രന്മാർ, നിങ്ങളാണ് പ്രഭ ചൊരിയേണ്ടവർ. അതുകൊണ്ട് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്നാണ് പറയുന്നത്. മത്തായി സുവിശേഷം പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ്, അവർ ഭൂമിയെ കൈവശമാക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സൗമ്യത കൊണ്ട് നമ്മൾ ആ ഭൂമിയെ കൈവശമാക്കുക എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നതാണോ? അല്ല. ഈ ഭൂമണ്ഡലത്തിലുള്ള സകലതിനെയും വാഴുവാൻ നിനക്ക് അധികാരം ലഭിക്കും. നീ വസിക്കുന്ന ആ മണ്ണിൽ നീ ഒരു ദൈവവേദിലാണെങ്കിൽ, ഒരു സമാധാന പുത്രനാണെങ്കിൽ, അല്ലെങ്കിൽ സ്വതന്ത്രം നീ അവിടെ സൗമ്യതയോടെ ഇടപെടുന്ന ഒരാളാണെങ്കിൽ ആ ഭൂപര പ്രദേശം നിന്റെ അതോറിറ്റിയുടെ കീഴിലായിത്തീരും. നീ ഒരു ഭവനത്തിൽ സൗമ്യതയോടെ ഇടപെടുന്ന ഒരാളാണെങ്കിൽ ആ ഭവനം നിന്റെ അധീനതയിലായിരിക്കും. അവിടെ ആരൊക്കെ എന്തൊക്കെ ഭാര്യ ഉണ്ടാക്കിയാലും ഭർത്താവ് ഉണ്ടാക്കിയാലും മക്കളുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും നിങ്ങൾ സൗമ്യതയുള്ള ഒരാളാണെങ്കിൽ ഭാര്യ എത്ര തുള്ളിയാലും അവിടെ സമാധാനം ഉണ്ടാവും. നിങ്ങൾ എത്ര കലാപം ഭർത്താവ് ഉണ്ടാക്കിയാലും നിങ്ങൾ സൗമ്യതയുള്ള സഹോദരിയാണെങ്കിൽ ആ ഭവനം സ്വതന്ത്രം നിങ്ങളുടെ കൈവശത്തിലായിരിക്കും, നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും. അതുപോലെ ഓരോ വ്യക്തിയും എവിടെയായിരുന്നാലും, ഒരു സമൂഹത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും, തിരുവചനം പറയുന്നത് നിങ്ങൾ ഈ സമൂഹത്തിന് ഉപ്പാന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിനെ രുചി വരുത്തുന്ന, അതിനെ കയ്പാക്കുന്നതല്ല, അതിനെ രുചികരമാക്കി തീർക്കുന്ന. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആ ദൈവവചനത്തെ പ്രമാണിക്കുന്നവരായി ഇരുന്നു കൊണ്ട് ദൈവവചനത്തിൽ ജീവന്റെ പ്രകാശം ജ്യോതിസുകളെ പോലെ, ജീവനിലുള്ള ജ്യോതിസുകളെ പോലെ തിളങ്ങുന്നവരായി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ മാറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ പ്രഭാതം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് കർത്താവിന്റെ വചനത്തെ ഒന്നും വള്ളി പോകാതെ പുള്ളി പോകാതെ അനുസരിക്കുന്നവനായി തീരുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. തിരുവചനം അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ബാക്കിയല്ല അതിനോടുകൂടെ ചേർന്നോളൂ. വേറെ ഒന്നും ഒരു ട്രിക്കും ഇല്ല. നീ 365 ദിവസം ഇരുന്ന് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഏറ്റവും സ്വതന്ത്രം ശക്തിയേറിയതെന്ന് പറഞ്ഞാൽ വചനത്തെ പ്രമാണിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നു എന്നുള്ളതാണ് വചനത്തെ പ്രമാണിക്കുന്നതെന്ന് പറയാം. വചനം ജഡമായവനാ ക്രിസ്തു. ആ ക്രിസ്തുവിനെ പ്രമാണിക്കുക, അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവനോട് കൂടെ നടക്കുക എന്നുള്ള. കർത്താവിനോട് കൂടെ നടക്കുന്നതിന്റെ ജീവിതം പരാജയപ്പെടുവോ? ഒരിക്കലും പരാജയപ്പെടുന്നത്. ഇന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലും മുഖങ്ങളിൽ പ്രശ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നെങ്കിൽ ഇന്നൊരു ആ പ്രശ്നം പരിഹരിക്കാൻ നീ ഇറങ്ങി പോകണ്ട. അതിന് പകരം നീ എവിടെ ഇരുന്ന് വെച്ചാൽ തിരുവചനം എടുത്ത് വായിച്ചിട്ട് കർത്താവ് നിന്റെ ആലോചന എന്താണ് എന്നോട്, ഞാൻ എങ്ങനെയാണ് ഈ സാഹചര്യത്തോട് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ സംസാരിക്കണം എന്ന് ഹൃദയം കൊണ്ട് കർത്താവുമായി സംസാരിച്ചൊരു തീരുമാനത്തിലുള്ളത്. നമ്മളൊക്കെ ബുദ്ധിയിലല്ലേ പെട്ടെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സഹയാത്രികരുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിച്ച് നമ്മൾ ബുദ്ധി അത് ഇങ്ങനെ ചെയ്താൽ ശരിയാവും, അല്ലേ? ഒരിക്കലും അരുത്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസം എന്ന് പറയുന്നത്. ആ വേഗതയുള്ള കേൾവി എന്തിനാണെന്നറിയോ? കാര്യങ്ങളൊന്ന് ഗ്രഹിക്കാൻ. അതിൽ പറയാൻ താമസം എന്നാണെന്നറിയോ? തിരുവചനത്തിലൂടെ മറുപടി പറയാൻ. അതാ അതിന്റെ അർത്ഥം. അതിന് വേറെ വേർഷനൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, എങ്കിലും ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യം അതാണ്. കേൾപ്പാൻ വേഗത എന്ന് പറഞ്ഞാൽ നീ അവർ പറഞ്ഞ വിഷയങ്ങളെ ഗ്രഹിപ്പാനുള്ള സമയം. പറവാൻ താമസം എന്ന് പറഞ്ഞാൽ നിനക്ക് ദൈവവചനം പറയാനായിട്ടുള്ള സാവകാശം എന്ന് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നീ പെട്ടെന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധി പോകും. അതേസമയം നീ ഒന്ന് ഗ്രഹിച്ചിട്ട്, നീ വചനത്തിലേക്ക് നിന്റെ ബുദ്ധിയെ ഒന്ന് തിരിച്ചിട്ട്, നിന്റെ മനസ്സിനെ ഒന്ന് തിരിച്ചിട്ട് നീ വചനത്തിലൂടെ മറുപടി പറയാൻ, അപ്പോഴാണ് സ്വതന്ത്രം പറവാൻ താമസം. അങ്ങനെ പറയുമ്പോൾ
അത് ദൈവിക ആലോചനയായി തീരുവാനിടയായി തീരും. നിനക്ക് പ്രകാശിക്കുവാൻ കഴിയും. തിരുവൻ പറയും, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ അവരുടെ ഇടയിൽ പ്രകാശം കഴിയും. നിന്റെ ഭവനത്തിൽ നീ ജ്യോതിസിനെ പോലെ പ്രകാശിക്കട്ടെ. നിനക്കെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ഇടയിൽ നീ പ്രകാശിക്കട്ടെ. നിന്നെ കുറ്റാരോപിതനാകുന്നതിന്റെ നടുവിൽ അവരുടെ മുൻപിൽ നീ പ്രകാശിക്കട്ടെ. നീ ആയിരിക്കുന്ന സമൂഹത്തിൽ, നിന്നെ ഒഴിവാക്കുന്ന സമൂഹത്തിൽ നീ പ്രകാശിക്കട്ടെ. നിന്നെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ നീ പ്രകാശിക്കട്ടെ. നിന്നെപ്പറ്റി സകല പരാതികളും പറഞ്ഞ് നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നിടത്ത് നീ പ്രകാശിക്കണം. ജ്യോതിസിനെ പോലെ പ്രകാശിക്കണം. അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, വചനത്തെ, ജീവന്റെ വചനത്തെ പ്രമാണിക്കുക എന്നുള്ളത്. ജീവന്റെ വചനത്തെ പ്രമാണിക്കാൻ ഇന്ന് പോലെ ഒരു തീരുമാനം എടുത്തോണം. ഞാൻ ജീവന്റെ വചനം പ്രമാണിക്കും എന്ന് പറഞ്ഞാൽ തിരുവചനം, ക്രിസ്തു പറഞ്ഞത് ഞാൻ അനുസരിക്കും. എല്ലാവർക്കും ഈ ക്രിസ്തു പറഞ്ഞത് കേൾക്കാൻ മടിയായതുകൊണ്ട് ഇവരെന്ന് വെച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്, അപ്പം നോവയുടെ പുസ്തകത്തിലൊക്കെ രാജാക്കന്മാർ എന്നാ പറഞ്ഞു നോക്കും, ബെയ് രാജാവേ 2 കിട്ടുമോ, പെട്ടെന്ന് കിട്ടുന്ന സംവിധാനമാണോ നോക്കിയിട്ട് അതിനകത്തൊരു വാഗ്ദത്തം മുറുകെ പിടിച്ചേച്ച് നിന്നങ്ങ് ആമേനാമേൻ പറയും. സ്തോത്രം അല്ലേ? അത് നല്ല കാര്യമാണ്. അത് തിരുവചനം തന്നെയാണ് അതിനകത്ത് പറയുന്നത്. സ്തോത്രം. യശാവിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ തീയിലൂടെ പോയ വെന്ത് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഊറ്റം കൊള്ളും. സ്തോത്രം. അത് നീ വചനം അനുസരിച്ചോ എന്നുള്ളതല്ല, തീയിലൂടെ പോയ വേഗാതിരിക്കാൻ എല്ലാവർക്കും താല്പര്യം അല്ലേ? പെരുവെള്ളം കവിഞ്ഞു വരാതിരിക്കാൻ എല്ലാവർക്കും താല്പര്യം. വചനം അനുസരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ തിരുവചനം പറയാണ്. നീ സ്തോത്രം അവരുടെ ഇടയിൽ ജീവന്റെ വചനത്തെ പ്രമാണിക്കണം. എന്നിട്ട് അവരുടെ നടുവിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്നാണ്. താമ്രവാതിലുകളെ തറക്കും, ഇരുമ്പോടാമ്പലുകളെ തകർക്കും, എനിക്ക് വേണ്ടി ഗുപ്തനിധികൾ തുറന്നു തരും. സന്തോഷമല്ലേ? സന്തോഷം. പക്ഷേ നീ ജീവന്റെ വചനം അനുസരിച്ച് അവരുടെ ഇടയിൽ നടക്കുമ്പോൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. അല്ലെങ്കിൽ എപ്പോഴും ഓടിപ്പോയിട്ട് സ്വത്രം. പഴയ നിയമ പുസ്തകത്തിൽ വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളെ പ്രവചനം നമുക്കുള്ളതാ. അബ്രഹാം മുഖേന നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് സകല വാഗ്ദാനം നമുക്ക് ലഭിക്കും. അതിനകത്ത് യാതൊരു അംശമില്ല. അതിന് നീ ഏറ്റുപറയുകയൊന്നും വേണ്ട. നീ വചനം പ്രമാണിച്ചാൽ മതി, അത് നിന്നോട് വന്നു ചേരും. അതുകൊണ്ട് പറയുന്നത് അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവന് വേണ്ടുന്നൊക്കെയും ചേർക്കും. എന്താ വേണ്ടതെന്ന് ദൈവത്തിന് അറിയാം, അത് ചേർത്തോളും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ക്രിസ്തുവിനെ പ്രമാണിക്കുക. ഇന്നലെ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു, ഞാനും കർത്താവിന്റെ ദാസൻ പീറ്റർ പാസ്റ്ററും. അവിടെ ഒരു പ്രിയ വൈതലിന്റെ സ്നാനമായിരുന്നു. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ദൈവവചനത്തിൽ സ്നാനം ഏൽക്കണമെന്നുള്ള പറഞ്ഞിരിക്കുന്ന അതെനിക്ക് ചെയ്യണം, അതെനിക്ക് ചെയ്തു തരണം. അപ്പൊ പലരും ആ കുഞ്ഞിനോട് പറഞ്ഞു, ഇപ്പൊ സ്നാനപ്പെടാൻ പറ്റത്തില്ല. ഏത് കുഞ്ഞിന് പ്രായമായി, കുഞ്ഞു കൊച്ചല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ, 10-18 വയസ്സായ കൊച്ചിനോടാണ് ഈ പറയുന്നത്. അപ്പം നമ്മുടെ സ്നാനത്തെ തടയുക എന്ന് പറയുന്ന ലോകത്തിന്റെ സ്തോത്രം അധികാരത്തിൽപ്പെട്ടതല്ല. അതിനേക്കാളും വേദനാജനകമായ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പല സ്ഥലങ്ങളിലും ഈ സ്നാനത്തിനൊക്കെ ചെല്ലുമ്പോഴത്തേന് പലയിടത്തും ദേവദാസന്മാർ പറയും, സ്വതന്ത്രം ഇവിടെ സ്നാനക്കോള ഇല്ല. ഉണ്ട്, പക്ഷെ അത് തരാൻ പറ്റത്തില്ല, കമ്മിറ്റിക്കാർ സമ്മതിക്കത്തില്ല. ചിലർ പറയും കമ്മിറ്റിക്കാർ സമ്മതിക്കും, പാസ്റ്റർ സമ്മതിക്കത്തില്ല. ചിലർ വേറെ ഓരോ സ്ഥലങ്ങൾ പറയും. ഞാൻ ആലോചിക്കരുത്, നമ്മളെല്ലാം സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഷണ്ണനും അതുപോലെ തന്നെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി കഴിഞ്ഞ് അവിടെ വെള്ളം കണ്ടു, ആ തടാകത്തിൽ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് ഫിലിപ്പോസിന്റെ വഴി പോയി. പിന്നെ ആ ഷണ്ണൻ കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ മേശയിൽ പങ്കാളിയായി മുമ്പോട്ട് പോയി കാണണം അല്ലേ? ദൈവവചനം പ്രമാണിച്ചൊരു മനുഷ്യനല്ലേ? അവനെ തടയാൻ ആർക്കാ പറ്റുക അല്ലേ? സ്വതന്ത്രം. അത് തടയുന്നെങ്കിൽ ആരാ? ശത്രുവാ. തടയുന്നവൻ ശത്രുവാ. സ്വതന്ത്രം. ഏതൊരു സകലവും. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യം ഓർത്തണം, നമ്മൾ എവിടെയും ദൈവസന്നിധിയിൽ നമ്മൾ ഒരേ ആത്മാവുള്ളവരും ഒരേ അപ്പന്റെ മക്കളുമാണെന്നുള്ള ബോധ്യത്തോടെയാണ്. ഞങ്ങൾ കഴിഞ്ഞ ഇടത്ത് ട്രിവാൻഡ്രത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്നാനത്തിന് വഴി തുറന്നു. ആ സഹോദരിക്ക് കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ്. ആ സ്നാനപ്പെടാൻ വേറെ സാഹചര്യങ്ങളൊന്നും ആരും അറിയാതെ സ്നാനപ്പെടുകയാണ്. അപ്പോൾ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ അവിടെ ഒരു AG ചർച്ചിലെ ഒരു പാസ്റ്ററോട്, ചന്ദ്രൻ പാസ്റ്റർ, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന്, ഞാൻ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത് കേട്ടോ, പറ്റുവാസ് അടുത്തിരിപ്പുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മുടെ അവിടുത്തെ ചന്ദ്രൻബാസ് പറഞ്ഞു, നിങ്ങൾ എവിടെ ആത്മാക്കളുണ്ടെങ്കിലും ഓടിക്കൊണ്ടിരണം, ഇവിടെ സ്നാനപ്പെടുത്തണം. ഞങ്ങളുടെ ഈ കുളത്തിൽ സ്നാനപ്പെടുത്തണം. ഞങ്ങൾക്കതൊരു വലിയ അനുഗ്രഹമാണ്. ഒരാത്മാവിനെ ദൈവ ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ട് ഞങ്ങളുടെ ഈ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പദവിയാണ്, അനുഗ്രഹമാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കും. നമുക്ക് ദൈവം തരുന്ന പദവിയാണ് ഒരാൾ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക. നമ്മുടെ യഥാസ്ഥിത സഭകളിലൊക്കെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളെ സ്നാനപ്പെടാൻ ഇപ്പം വരുന്നുള്ളൂ. പുതിയ ആൾക്കാരും മരുന്ന് കയറുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലോകത്തോടി നടന്ന് ഞങ്ങൾ സുവിശേഷം പറയുന്ന ആൾക്കാരാണ്. രാജ്യങ്ങളുടെ പല സ്ഥലങ്ങളിൽ, ഈ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ ഓടിയാണ് സുവിശേഷം പറയുക. പലയിടത്തും ആൾക്കാർ രക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ കൈ കഴിയും ഒന്ന് സ്നാനപ്പെടണമെന്ന് ആഗ്രഹം പറയും. തിരുവചനം പറയുന്നത് എന്നാന്നറിയോ? വചനം കേട്ട് രക്ഷിക്കപ്പെടുന്നവനെ അന്നേരം സ്നാനപ്പെടുത്തണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റും, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അവിടെ ആരെയും കൊണ്ടേ തപ്പിപ്പിടിക്കുക എന്നിട്ട് പോയി നമ്മളോട് പറഞ്ഞാൽ അന്നേരം നമ്മൾ സ്നാനപ്പെടുത്തും. അതാണ് നമ്മുടെ ദൈവവചനത്തിന്റെ പ്രമാണമാണ്. നിങ്ങൾ ഭൂലോകമൊക്കെയും പോകാനാണ് പറഞ്ഞത്. കേരളത്തിലെ പുതുപ്പള്ളി മാത്രം പോകാനല്ല പറഞ്ഞത്. ഭൂലോകമൊക്കെയും പോയി സകലരെയും ശിഷ്യരാക്കിക്കൊള്ളാനാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവരെ സഭയോട് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം അത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ക്രിസ്തീയ സമൂഹത്തിൽ ഇങ്ങനെ ഒരു വലിയ ഒരു സ്പിരിറ്റ് ഉണ്ടാണ്. നമ്മൾ എവിടെയാണെങ്കിലും ആരെ ആത്മാക്കളെ നേടാനും നമുക്ക് അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാനും ഉള്ള ഒരു ആവേശം ഉണ്ടാണ്. നമ്മൾ എവിടെയായിരിക്കുന്നു എന്നുള്ളത്. ഇത് സഭാവിഭാഗമാണ്. സഭയൊക്കെ കൊണ്ടുവന്നത് മനുഷ്യനല്ലേ?
മനുഷ്യനാ കൊണ്ടുവന്നത്. മറ്റേ ABC എന്നും DFG എന്നും EFG എന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ ZOG എന്നും ഒക്കെ പറഞ്ഞ്, ഞാൻ സഭയുടെ പേരുകളെ മറ്റേ ആ ഇൻഷിൽ പറഞ്ഞ് പിണക്കം ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് സഭകൾ ഉണ്ടാക്കിയ മനുഷ്യരാണ്. ഇപ്പൊ നമ്മളൊരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രിസ്ത്യൻ അസംബ്ലി എന്ന് പറഞ്ഞ്, CA ക്രിസ്ത്യൻ അസംബ്ലി. അപ്പൊ നമുക്ക് അതിനകത്തുള്ളവർ മാത്രം ഒരു കൂട്ടം, ഞങ്ങൾ മാത്രം സ്വർഗ്ഗത്തിൽ പോകുന്നു പറയുമ്പോൾ നോ, എവിടെ ഏത് വിഭാഗത്തിൽ നമ്മുടെ കൂട്ടത്തിൽ കൂടുതലുമായിട്ടുള്ളത് മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത നാനാ വിഭാഗങ്ങളിൽപ്പെട്ട പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള സഹോദരങ്ങൾ നമ്മുടെ കൂട്ടായ്മയിലുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. സ്വതം സ്പാനിഷ് ആയിട്ടുള്ള ഇറ്റാലിയൻസ് ആയിട്ടും ആഫ്രിക്കൻസ് ആയിട്ടും പല സ്ഥലങ്ങളിൽ നമ്മോട് കൂടെ നമ്മൾ കൂട്ടായ്മയിലുണ്ട്. സ്വതം ഇവിടെ നമ്മൾ കാണേണ്ടത് ഏക ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്, സത്യദൈവമായ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്, ഒരുമിച്ച് ആ അടർക്കളത്തിൽ നമ്മൾ പോരാടണം. സ്വതം നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം, ആത്മാക്കളെ നേടുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് ഒരുമിച്ച് നിൽക്കണം. അപ്പൊ ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വതം നമ്മൾ പ്രകാശിക്കുന്നവരായി തീരണം. ഇങ്ങനെ ഈ ഇരുട്ട് വിളിഞ്ഞ തർക്കവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുടെ ഇടയിൽ നമ്മൾ എന്നെ ചെയ്യണം, പ്രകാശിക്കുന്നവരായി തീരണമെന്ന് തിരുവചനം പറയുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ മുഖപക്ഷമില്ലാതെ അല്ലെങ്കിൽ വേർതിരിവ് പിശാചാണ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ കൊണ്ടിരുന്നുണ്ടെങ്കിൽ കൊണ്ടിരുന്നത് നമ്മൾ അതിനെ ശാസിക്കണം കേട്ടോ. സ്വതം അതിനെ ശാസിച്ച് പറയണമില്ല, ഞങ്ങൾ ഒരേ ആത്മാവിൽ നടക്കുന്നവരാണ്. സ്വതം നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ കർത്താവിന്റെ നാമം ഉയർത്താനായിരിക്കണം നമ്മുടെ ലക്ഷ്യമല്ല. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കണം. സ്വർഗരാജ്യം വിശാലമാകണം, നരകത്തെ നമുക്ക് കൊള്ളയടിക്കണം, ദൈവരാജ്യം നിറയ്ക്കണം. നമുക്ക് ഈ ഭൂമിയിൽ ജ്യോതിസുകളെ പോലെ തിളങ്ങുന്നവരാകണം. സ്വർഗത്തിൽ ചെന്ന് കിരീടം പ്രാപിക്കാൻ എല്ലാവരും ഇരിക്കുക. തിരുവനന്തപുരം നിങ്ങൾ ഈ ഭൂമിയിൽ ജ്യോതിസുകളെ പോലെ തിളങ്ങണമെന്നാണ് പറഞ്ഞത്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, ദൈവവചനത്തെ പ്രമാണിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഈ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ദുഷ്ടത നിറഞ്ഞ ഈ സമൂഹത്തിൽ ജ്യോതിസുകളെ പോലെ തിളങ്ങുന്നതാണ്. തർക്കവാദങ്ങൾ ഉണ്ടാക്കുന്നവർ നടുവിൽ ജ്യോതിസുകളെ പോലെ നടക്കണം. പിണക്കവും പരിഭവവും വൈരാഗ്യവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരെ നമ്മൾ ജ്യോതിസുകളെ പോലെ തിളങ്ങുന്നവരായി തരണം. നമുക്ക് പ്രകാശിക്കാം, ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് മഹത്വം. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് അവസാനിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഇന്ന് കർത്താവെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഹൃദയംഗമായി അനുഗ്രഹിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടുകൾക്കായി നന്ദി, ക്രിസ്തുവിനെ ഉയർത്തുവാൻ നൽകിയ പദവികൾക്കായി നന്ദി. ആ നാമത്തെ പ്രസംഗിക്കുവാനും ആ നാമത്തിലേക്ക് ആൾക്കാരെ കർത്താവെ ആകർഷിക്കുവാനുമായി ഞങ്ങളുടെ നാവുകളെ കർത്താവ് ഉപയോഗിക്കുന്നതിനായി നന്ദി. അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ കർത്താവെ നിത്യതയിൽ ജ്യോതിസുകളെ പോലെ തിളങ്ങുമെന്ന് തിരുവചനം പറയുന്നല്ലോ. ഞങ്ങൾക്ക് അതിന് യോഗ്യമാക്കി തീർക്കണമേ എന്ന് പറയുന്നു. ഞങ്ങൾ പോകുന്ന വഴികളിൽ ആത്മാക്കളുടെ രക്ഷയുണ്ടാണ്. ഞങ്ങൾ പോകുന്ന വഴികളിൽ ദൈവിക വിടുതൽ, ദൈവവചനത്തിന്റെ സ്വാതന്ത്ര്യം വ്യക്തികളിൽ ഉണ്ടാകേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഉള്ളംകരങ്ങളിൽ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക. കൃപയുടെ കരങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ദൈവത്തിന് മുഴുവൻ മഹത്വം തരികയാണ്. കർത്താവെ, ഇന്ന് ഭാരത്തോടെ ദുഃഖത്തോടെ കേൾക്കുന്നവരുടെ കണ്ണുനീരുകളെ തുടയ്ക്കണം. അവരുടെ കെട്ടുകൾ അഴിയപ്പെടണം. ഒരു ആത്മാവിൽ സ്വാതന്ത്ര്യത്തോടെ സന്തോഷിപ്പാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ചാനലിൽ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷകരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഞങ്ങളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേറ്റുകളിലായി കർത്താവിൻ്റെ വേലയിലായിരിക്കും ഞങ്ങളുടെ അഭിഷക്തന്മാർ, അവിടുത്തെ സഭകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കും. ലോകമെമ്പാടും ഇരുന്ന് കാണുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കും. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കും, അവർ വരുമാനങ്ങളെ അനുഗ്രഹിക്കും. കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ ആവശ്യഭാരത്തോടെ നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും മേൽ അവിടുത്തെ ആണിപ്പാടുള്ള കരമൊന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി കേൾക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ദുഃഖങ്ങളെ മാറ്റി, നിരാശകളെ മാറ്റി, അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പറയും. ഇന്ന് പകലിൽ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു. ജോലി മേഖലകളിൽ, ഞങ്ങളായിരിക്കുന്ന ഡ്യൂട്ടി മേഖലകളിൽ, ഞങ്ങൾ ഇടപെടുന്ന ബന്ധങ്ങളിൽ, ഉടമ്പടികളിലേക്കൊക്കെ ഞങ്ങൾ തിരിയുന്നു. അവിടെ ദൈവസ്വാനിധ്യം ഞങ്ങളോടുകൂടി വരും. കർത്താവിൻ്റെ ഹിതങ്ങൾ അവിടെ നിറവേറണം. യേശുവിനെ മുൻനിർത്തി യാത്ര ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ പിരിഞ്ഞൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അവിടുന്ന് ഞങ്ങളെ പിരിഞ്ഞു പോവുകയില്ലെന്നും ഞങ്ങൾക്കറിയാം. കർത്താവെ, ആകെ ആ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരൊറ്റ വാക്ക്, പിതാവെ അനുഗ്രഹിക്കുന്നു. ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. ഉന്നത ജ്ഞാനത്തോടെ എഴുതും. പരീക്ഷയിൽ ഉന്നത വിജയം കൊടുക്കുമാറാകണം. ഉള്ളംകരങ്ങളിൽ തരുന്ന ടെൻഷനും ഭാരവും എല്ലാം മാറട്ടെ. ദൂതന്മാർക്ക് കൂടെ പോകട്ടെ. പരിശുദ്ധാത്മാവ് കരം പിടിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു എവരിവൺ. വൈകിട്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയുന്നവരെ സൂമിൻ്റെ ലിങ്ക് ഉണ്ട്, ചോദിച്ചാൽ നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം. വെള്ളി ഞായർ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയുണ്ട്, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. മാസാവസാനം, ഈ മാസാവസാനം 3 days ഉപവാസ പ്രാർത്ഥന എല്ലാ മാസവും ഉള്ള പോലെയുണ്ട്. അതിനോടൊപ്പം ഒരു കൺവെൻഷനും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണം. കർത്താവിൽ നിങ്ങളുടെ വിലയേറിയ കൈത്താങ്ങലുകൾക്കെല്ലാം നന്ദി പറയുന്നു. കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളാണ് ഈ വേലയ്ക്ക് ഞങ്ങളെ അയക്കുന്നത്. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത് അതിനു വേണ്ടി. കർത്താവ് നിങ്ങളുടെ ജോലിയുടെ തിരക്കുകളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കടന്നു വന്ന് ചെയ്യാൻ മേലാത്ത മേഖലകളിലേക്ക് ഞങ്ങളെ അയക്കുന്നത്, ഞങ്ങളെ അയക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്കും സ്നേഹത്തിനും നന്ദി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു എവരിവൺ.